500ഉം 1000ഉം എപ്പിസോഡുകളുള്ള മെഗാ സീരിയലുകളുടെ കാലത്ത് വെറും കുറച്ച് എപ്പിസോഡുകൾ മാത്രം 13 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു സീരിയലിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 1994 അന്നത്തെ മാഗസീനിലെ ഒരു റിപ്പോർട്ടാണ്. ഒരു സീരിയലിനെ കുറിച്ചാണ്. ദൂരദർശനിൽ സംപ്രേഷണം ആരംഭിക്കുന്ന ഒരു സീരിയലിനെ കുറിച്ച്. ഈ സീരിയലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രധാന പ്രത്യേകത, ഇതിൽ അഭിനയിക്കുന്ന ഭൂരിഭാഗവും അന്ന് മലയാള സിനിമയിലെ തിളങ്ങി നിന്ന താരങ്ങളാണ്. ഈ ഒരു സീരിയലിന്റെ പേരാണ് മോഹപക്ഷികൾ. 94 അതായത് ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ജെയ്സി. മലയാളത്തിലെ സൂപ്പർ താരങ്ങളൊക്കെ വെച്ച് സിനിമകൾ എടുത്ത ജയൻ എന്ന സംവിധായകന്റെ ശാപമോക്ഷം എന്ന ഒരു സിനിമ, ആ ഒരു സിനിമയിലൂടെയാണ് ജയൻ സിനിമയിൽ വരുന്നത്. ജയന്റെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ജയന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു. ജയന് വലിയൊരു ഓപ്പണിംഗ് കൊടുത്ത സംവിധായകനാണ്. പിന്നീട് അദ്ദേഹം മമ്മൂട്ടി, മോഹൻലാലൊക്കെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മിനി സ്ക്രീനിൽ അദ്ദേഹം വളരെ കുറച്ച് സീരിയൽസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ അദ്ദേഹം 2 സീരിയൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലൊരു സീരിയലാണത്. ഇതിന്റെ കഥ ജോയ്സിയാണ്. ഇന്നും അദ്ദേഹം നോവലുകൾ എഴുതുന്നുണ്ട്, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, സീരിയൽസിന് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ഇത് മോഹപക്ഷികൾ ജൂൺ 12 മുതൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:30 13 എപ്പിസോഡുകളിലായി ദൂരദർശനിൽ കൂട് വിട്ട് സ്നേഹം തേടി തിരികെ കൂട്ടിലേക്ക് മടങ്ങുന്ന മോഹപക്ഷികളുടെ മോഹമുണർത്തുന്ന കഥ മനോരമ വിഷൻ അവതരിപ്പിക്കുന്നു. ഇതിൽ അഭിനയിക്കുന്നതാണ് ശാന്തികൃഷ്ണ, സായ്കുമാർ, സോമൻ, ശങ്കരാടി, ജോസ് പ്രകാശ്, സീമാജി നായർ, സുമ ജയറാം, സാദിഖ്. ഇതിൽ ശാന്തികൃഷ്ണ തന്നെയാണ് ഈ പോസ്റ്ററിൽ നമ്മൾ കാണാം. ഏറ്റവും വലിയ ശാന്തികൃഷ്ണയുടെ ആണ് ഏറ്റവും വലുതായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ MG സോമനും സായ്കുമാറും. ശരിക്കും അന്ന് ശാന്തികൃഷ്ണ 80s സിനിമയിൽ താരമായി തിളങ്ങി നിന്നു. പിന്നീട് നടൻ ശ്രീനാഥുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറി. അതിനുശേഷം അവർ തിരിച്ചെത്തിയത് നയം വ്യക്തമാക്കുന്നുവെന്ന ബാലചന്ദ്രമേനോയുടെ സിനിമയിൽ മമ്മൂട്ടി നായികയായിട്ട് 91 റിലീസായ സിനിമ. ആ സിനിമ റിലീസിന് മുമ്പ് തന്നെ ഇവർ സത്യനന്ദിക്കാടിന്റെ എന്നും നന്മകൾ എന്ന സിനിമ കമ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വിഷ്ണു ലോകം എന്ന സിനിമ കമ്മിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം 91 റിലീസായ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ സ്ഥിരമായിട്ട് അഭിനയ രംഗത്ത് സജീവമായിരുന്നു. എന്തായാലും ഈ 93 എന്ന ഒരു വർഷമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരൊരു തിരിച്ചുവരും. ഇന്ന് നമ്മൾ ഇപ്പൊ മഞ്ജുവാരിയെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഒരു തിരിച്ചു വന്ന് തിളങ്ങി നിന്നിരുന്ന നമുക്കൊരു മഞ്ജു, രണ്ടുപേരും കമ്പയർ ചെയ്യല്ല എങ്കിലും അതുപോലെ മഞ്ജുവാരി എങ്ങനെയായിരുന്നു തിരിച്ചു വന്ന ശേഷം 2016, 17 കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെയായിരുന്നു അന്ന് ശാന്തികൃഷ്ണ. സായ്കുമാർ ആണെങ്കിൽ 89 റാംജിറാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെ നായകനായി കത്തിക്കേറി വന്നു. പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും ഒരു നായകൻ എന്ന രീതിയിൽ അന്ന് ശരിക്കും ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. അദ്ദേഹം കൂടുതൽ വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ റോളുകളിലും ഒക്കെ ആയിരുന്നു കൂടുതൽ നിന്നിരുന്നത്. 93 എന്നൊരു വർഷത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും സിനിമകൾ കുറഞ്ഞു തുടങ്ങി. പിന്നീട് നമുക്കറിയാം അദ്ദേഹം മനോരമത്തെ സ്പീക്കിംഗ് 95, 96 ഹിറ്റ്ലർ, അതൊക്കെയാണ് അപ്പോഴേക്കും ഈ 94, 95, 96 സിനിമകളുടെ എണ്ണം കുറവാണ് സായ്കുമാറിന്. എനിക്ക് തോന്നുന്നു സായ്കുമാർ 92, 93 എന്നൊരു വർഷമൊക്കെ കുറെ സിനിമകൾ അഭിനയിച്ച ശേഷം മിനി സ്ക്രീനിലേക്ക് വന്നതായിരിക്കാം. അതായത് അന്ന് സിനിമയിൽ സജീവമായിരുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ മിനി സ്ക്രീനിലൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം നാടകത്തിലുണ്ട്. പക്ഷെ സിനിമയിൽ സജീവമായ ശേഷം അദ്ദേഹം അതൊക്കെ കുറച്ച് സിനിമയിൽ മാത്രമായിരുന്നു. പക്ഷെ 93 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു സീരിയലിന്റെ ഒരു ഗുണനിലവാരം 13 എപ്പിസോഡിൽ സീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ന് ഒരു സിനിമ പോലെ, അല്ലെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ OTT-യിലൊക്കെ ചില വെബ് സീരീസുകളൊക്കെ കാണുമല്ലോ, ഒരു അരമണിക്കൂറിന്റെ ഒരു 8 വെബ് സീരീസ് ഒക്കെ പോലെ, അതുപോലെയൊക്കെ തന്നെയായിരുന്നു അന്ന് ഇത്തരം സീരിയലുകൾ. പിന്നെ MG സോമൻ, അതുപോലെ തന്നെ ശങ്കരാടി, ജോസ് പ്രകാശ്, സുമ ജയറാം, സാദിഖ്. എനിക്കും സീമാജി നായർ മാത്രമാണ് അന്ന് സിനിമകളിൽ അധികം തിളങ്ങാത്ത. അന്ന് ചെറിയ വേഷങ്ങളിലൊക്കെ ഉണ്ട്. സാദിഖും അന്ന് ചെറിയ വേഷങ്ങളിലൊക്കെ സിനിമയിലൊക്കെ തിളങ്ങി തുടങ്ങുന്ന സമയമാണ്. കൂടുതൽ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സമയമാണ്. എന്തായാലും അന്ന് സീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരദർശൻ തന്നെയാണ്. പിന്നീടാണ് ഏഷ്യാനെറ്റൊക്കെ വന്നതും. സ്ത്രീ പോലത്തെ സീരിയലിലൂടെയൊക്കെ ഏഷ്യാനെറ്റ് കുറെ ഓഡിയൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് സ്ത്രീയായിരുന്നു. എന്തായാലും അന്ന് ഈ ഒരു സീരിയലൊക്കെ വെറും 13 എപ്പിസോഡുകളൊക്കെ ചെയ്യുക. അന്ന് നെടുമുടി വേണു വന്ന് സീരിയൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. കുറച്ച് എപ്പിസോഡ്സ് മാത്രമാണ്. എന്തായാലും ഈ മോഹപക്ഷികൾ അന്ന് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. അന്ന് അത് ദൂരദർശനിൽ കണ്ടതായിട്ടൊക്കെ സ്കൂളിൽ പഠിക്കുകയാണ്, 4, 5 പഠിക്കുന്ന പ്രായമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സീരിയലിനെ കുറിച്ച് അതിന്റെ കഥയോ പറ്റിയോ എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് നമുക്ക് കമന്റ് ചെയ്യുക.